അരനൂറ്റാണ്ടായി സർവോദയപുരം നിവാസികൾ നേരിടുന്ന മാലിന്യ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം. സർവോദയപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യ നിക്ഷേപം നിരോധിച്ച് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചതോടെയാണ് നിവാസികൾക്ക് തെല്ല ആശ്വാസമായത്. ബോർഡിനു പുറമെ പ്ലാന്റിന്റെ ഗേറ്റിൽ നോട്ടീസും പതിപ്പിച്ചതിനു ശേഷം നാട്ടുകാരെ അനൗൺസ്മെന്റിലൂടെയാണ് പഞ്ചായത്ത് അധികൃതർ വിവരം ധരിപ്പിച്ചത്. സർവോദയപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയെന്ന വാർത്ത കേട്ട് പ്രദേശവാസികൾക്ക് ഇത്രയും നാൾ അനുഭവിച്ച ദുരിതത്തിന് താൽക്കാലിക ശമനം കിട്ടിയെന്നുള്ള ആശ്വാസമായിരുന്നു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സത്യനേശൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സ്നേഹജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മാലിന്യ നിക്ഷേപം നിർത്തണമെന്ന് കാണിച്ച് മെയ് 22-ന് ആലപ്പുഴ നഗരസഭാ അധികൃതർക്ക് മാരാരിക്കുളം പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി സർവോദയപുരം മാലിന്യ പ്ലാന്റിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടഞ്ഞുകൊണ്ട് ബോർഡും നോട്ടീസും പതിപ്പിച്ചതെന്ന് അധികാരികൾ പറഞ്ഞു. ശേഷം മാലിന്യ നിർമ്മാർജ്ജന സമരസമിതിയുടെ സത്യാഗ്രഹ പന്തലിലെത്തിയ പഞ്ചായത്ത് അംഗങ്ങൾ ജൂൺ 23-ന് സമരസമിതി നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ച ഹർത്താലിൽ നിന്ന് പിന്മാറണമെന്നും അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് ഭാരവാഹികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഉടനടി തീരുമാനമെടുത്ത് അറിയിക്കാമെന്ന് സമരസമിതി ഭാരവാഹികൾ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. ശേഷം സത്യാഗ്രഹ പന്തലിന് മുന്നിൽ നടന്ന വിശദീകരണ യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.